HS വിഭാഗങ്ങളിൽ പൊതുവിദ്യാലയം ഓവറോൾ 2ാം സ്ഥാനം നമുക്ക് ലഭിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് പോസ്റ്റർ രചനയിൽ 10 ഈ ക്ലാസ്സിലെ ഫാസിയ മോൾ, ഹിന്ദി ഉപന്യാസ രചനയ്ക്ക് ദിയ ഫാത്തിമ എന്നീ കുട്ടികൾക്ക് HS വിഭാഗത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചെണ്ടമേളത്തിൽ പ്രണവ് സുരജാനിനും HS വിഭാഗം സാഹിത്യത്തിൽ അക്ഷയ് നികേതനും A ഗ്രേഡും തായമ്പകയിൽ ധ്യാന സനൂപിന് B ഗ്രേഡും ലഭിച്ചു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് ക്വിസ് പരമ്പരയുടെ ആദ്യഘട്ടത്തിൽ ഫർഹാൻ, പാർത്ഥസാരഥി, ആദർശ് പിയർ എന്നീ കുട്ടികൾക്കും 2ാം ഘട്ടത്തിൽ നിള ബി അനിൽ, ശിവറാം എന്നീ കുട്ടികൾക്കും ഡൽഹി സന്ദർശനത്തിന് അവസരം ലഭിച്ചു. NCCയുടെ A ലിസ്റ്റ് പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞു. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി NCC കേഡറ്റുകൾ അവതരിപ്പിച്ച തണൽ തേടി എന്ന ഷോർട്ട് ഫിലിം ഏറെ ശ്രദ്ധേയമായ സെലീന മിമിക്രിയിലും 3ാം സ്ഥാനം നേടി. മലയാള മനോരമയുടെ ഉറുദു സാഹിത്യ ക്വിസിൽ ഈ സ്കൂളിലെ അധ്യാപകനായ SPC ട്രെയിനിങ് ക്യാമ്പിൽ ഈ സ്കൂളിലെ അധ്യാപികയായ ശ്രീമതി അഞ്ജു ബെസ്റ്റ് ഔട്ട്ഡോർ സെക്കൻഡ് പ്രൈസിന് അർഹയായി. അറബിക് ജില്ലാ കലോത്സവത്തിൽ ഈ സ്കൂളിലെ അധ്യാപികയായ ശ്രീമതി ബുഷ ടീച്ചർക്ക് മോണോ ആക്ടിൽ 2ാം സ്ഥാനം ലഭിച്ചു. ഇത്തരത്തിൽ നമ്മുടെ സ്കൂളിന്റെ മികവുകളുടെ പട്ടിക ഇനിയും ഉണ്ടെങ്കിലും സമയപരിമിതി നിമിത്തം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്കൂളിലെ വിവിധ മേഖലകളിൽ അഭിമാനകരമായ വിജയങ്ങൾ സമ്മാനിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട OS അംബികയായിരുന്നു. ഔദ്യോഗിക ചടങ്ങുകൾ സമയത്ത് എത്താൻ കഴിയത്തില്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടിയിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ DJ ഗിരീഷിനാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. അത് അന്ധകാരത്തെ അകറ്റി പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു. Lighting the lamp symbolizes the ignition of knowledge and wisdom. Let's begin with the lighting of the lamp, symbolizing the victory of light over darkness, knowledge over ignorance, and good over evil. Let's begin the lighting of the lamp. Let's invite our chief guest, Sri Kishore sir, for lighting the lamp. I also invite Sri G.C. Krishnan sir for lighting the lamp. PTA പ്രസിഡന്റ് ശ്രീ വിനോദ് അവർ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പോങ്ങാട് രാധാകൃഷ്ണൻ സാർ, മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന സിനി സീരിയൽ താരം കലാകാരൻ പ്രിയപ്പെട്ട ശ്രീ കിഷോർ പീതാംബരൻ അവർ, തിരുമാലി ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കൊട്ര മോഹൻകുമാർ അവർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ കെ ലാലു, പ്രിൻസിപ്പൽ നൗഫർ സാർ, ുള്ള ഒരു വിദ്യാലയത്തിന്റെ ഒരു വാർഷികത്തെ അഭിസംബോധന സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ വലിയൊരു അവസരമായി നാം കാണുക. അപ്പോൾ ഞാൻ കൂടെ പഠിച്ചൊരു വിദ്യാലയമാണ്. ഞാൻ ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി. മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ വേർതിരിച്ചു നിർത്തുന്നത് ഇത് അക്കാദമിക് പർപ്പസോട് കൂടി മാത്രമല്ല, ഒരു കുട്ടിയുടെ സമഗ്രമായുള്ള വ്യക്തിത്വ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയമായ, കലാപരമായ, കായികപരമായ, സാഹിത്യപരമായ, രചനാപരമായ അഭിരുചികൾ വളർത്തി സമഗ്രമായ വ്യക്തിത്വ വികാസം ഉണ്ടാക്കി നാളെ അവനെ ഒരു പൗരനായി ഈ സൊസൈറ്റിയിലേക്ക് ഇറക്കിവിടുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് വിദ്യാലയം. രാഷ്ട്രീയമായുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്.
പാർലമെന്റ് ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളുണ്ട്. അതുപോലെ ജില്ലയിൽ ഏറ്റവും അധികം വിജയം നേടുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ എല്ലാ രീതിയിലും ഈ സ്കൂൾ വികസിച്ചു. അപ്പൊ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഈ വിദ്യാലയത്തിലെ കുട്ടികളാണ് ഈ സ്കൂളിന്റെ അംബാസിഡർമാർ. നമ്മളെ തുണിക്കടയിൽ നിന്ന് പർച്ചേസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആ കടയുടെ പേരെഴുതിയ വലിയ കവറില് ഇവര് സാരി തീവ്രമായി പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വഴികളിൽ വന്നു വീഴുന്ന പാറക്കല്ലുകളെ പ്രതിസന്ധികളായല്ല ചവിട്ടി മുന്നേറാനായുള്ള പടികളായി മാത്രം കാണണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാലയ മുത്തശ്ശിയുടെ ഒരു വാർഷികം കൂടെ കടന്നു പോകുന്നു. 1000 വാർഷികാശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പോങ്ങനാട്ട് രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സിനി ആർട്ടിസ്റ്റിനാണ് അവസരം ലഭിക്കേണ്ടിയിരിക്കുന്നത്. ശ്രീ കോട്ടറ മോഹൻകുമാർ അവർ ക്ഷണിക്കും. ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞങ്ങൾക്ക് അത്യാവശ്യമായി പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുന്നതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. വേദിയിലിരിക്കുന്ന ഉപവിഷ്ടരായിരുന്ന പ്രിയമുള്ളവർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്താ നിങ്ങളോട് പറയേണ്ട ഒരു പ്രസംഗം ഇവിടെ അധിക പ്രസംഗമാണ്. ആരും ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ പ്രസംഗിച്ച് തള്ളുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലിയിലാണ്. എന്താണ് സംഭവം പിടിയിട്ടുണ്ടോ? മലബാർ മേഖലകളിൽ ഈ അടുത്തിടെ വരെ നിലനിന്ന കൊച്ചുകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന അറബികളുടെ കഥയുണ്ട്. കഥയല്ല, സംഭവങ്ങളുണ്ട്. അതിനെതിരെ കുരിയുപ്പിഴ എഴുതിയ ഒരു ഗദ്യ കവിതയാണ്. ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ. 8ാം ക്ലാസ് പഠിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമനെ കാണാൻ ഒരാൾ വന്നു. താടി തലയിൽ കെട്ട്, നെറ്റിയിൽ ചെമ്പുത്തൊട്ട്, ഒട്ടക വിയർപ്പിന്റെ സുഗന്ധം. ഉപ്പ പറഞ്ഞു പുയ്യാപ്ല, ഉമ്മ പറഞ്ഞു പുയ്യാപ്ല. കുഞ്ഞാമണി. എന്താ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ സംഭവം? ഒന്നാവാനും നന്നാവാനും ഉള്ളതാണ് വിദ്യാഭ്യാസം. അപ്പൊ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വെറുതെ TV വാർത്ത വെച്ച് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. പണ്ട് കേരളത്തിന് വെളിയിൽ അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ, അക്ഷരപ്പിച്ച നിലാവിലെ നീലവാനം പോലെ ഞാനൂറി വന്നൊരു നാദമൂകാചലം എന്നിലലിഞ്ഞു പോയി. മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു. ഈ സ്കൂളിന്റെ പേരും പ്രശസ്തിയും ഒപ്പം നിങ്ങളും ഒക്കെ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അറിവുത്സവം എന്ന പേരിൽ നടത്തിയ ക്വിസ് പ്രോഗ്രാമിന്റെ വിജയികളായിട്ടുള്ള സ്കൂളുകൾക്കുള്ള സമ്മാനദാനമാണ് അടുത്തതായി നടത്താൻ പോകുന്നത്. അത് LP വിഭാഗം, UP വിഭാഗം എന്നിങ്ങനെ 2 തരത്തിലാണ് ഈ മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത്. അതിലെ സ്കൂളിലെ പ്രതിനിധികളെ, കുട്ടികളെ ഈ സ്റ്റേജിന്റെ സമീപത്തേക്ക് വരേണ്ടതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അറിവുത്സവം 2025 വിജയികളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സമ്മാന വിതരണത്തിനായി നമ്മുടെ മുഖ്യ അതിഥി സിനി സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീ കിഷോർ പീതാംബരൻ സാറിനെ ക്ഷണിക്കുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ സർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ GG കൃഷ്ണൻ സർ, വാർഡ് മെമ്പർമാരായ ശ്രീ പോങ്ങനാട് രാധാകൃഷ്ണൻ സർ, ശ്രീ കൊട്ടറ മോഹൻകുമാർ
ലഭിക്കുന്നത് GLPS പുളിമാത്തിലെ ഋഷിത് മാധവ് ആൻഡ് തീർത്ഥ ആർ നായർ. GLPS മടവൂരിലെ കാർത്തിക് എസ് ആൻഡ് കാർത്തിക് സുനിൽ എന്നിവരെ വലിയ കൈയടിയോടെ സ്വീകരിക്കാം. Krishna and Rehan Sibi. Jwala and Ujwala. Vidyan B, Ram and Atul S. അടുത്ത വർഷവും കൂടുതൽ ഗംഭീരമായ അറിവുത്സവം നടത്തുന്നതാണ് എന്ന് അറിയിക്കുന്നു. അടുത്തതായി ഗുരുദേവനാണ് ശ്രീ കിഷോർ പീതാംബരം. 2 പതിറ്റാണ്ടിലേറെയായി സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കിഷോർ ഇക്കാലയളവിൽ നേടാത്ത പുരസ്കാരങ്ങളില്ല. അഭിനയത്തെ ഗൗരവമായി സമീപിക്കുമ്പോഴും അതൊരു ജീവിത മാർഗമാണെന്ന് പറയാൻ കിഷോറിന് മടിയില്ല. അഭിനയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ വണ്ടി ഓടിച്ചോ തടി പിടിച്ചോ ജീവിക്കും എന്നായിരുന്നു കിഷോർ പീതാംബരന്റെ മനോഭാവം. ശരീരത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസമായിരുന്നു ആ മനോഭാവത്തിന് കരുത്തു പകർന്നത്. ഈ പ്രതിഭയാണ് നമ്മുടെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായി നമുക്ക് ഇന്നിവിടെ ലഭിച്ചത്. അദ്ദേഹത്തിന് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ പൊന്നാര അണിയിച്ച് ആദരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ നൗഫൽ സാറിനെ ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈകളികളോടെ നമുക്ക് അദ്ദേഹത്തിന് കിളിമാനൂർ ഗവൺമെന്റ് आरण्य किशोर अजमिया ए गिरीश GS फहद S देवप्रिया SR श्रीनंद A ഗ്രേഡും കരസ്ഥമാക്കിയ കൈലാസ് AV സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ സിംഗിൾ പ്രോജക്ട് വിഭാഗത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ ദിയ D
ഫാത്തിമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിലെ സ്പോർട്സ് അധ്യാപകനായ വിജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിന് ദേശീയ തലത്തിൽ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ സൗരവ് SB, നമ്മുടെ സ്കൂളിന് അഭിമാനമായിക്കൊണ്ട് ദേശീയ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടിയ സൗരവ് SB ദേശീയ സബ് ജൂനിയർ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലേക്ക് സെലക്ഷൻ നേടിയ അമീറ ബീഗം, സീനിയർ നെറ്റ് ബോൾ മത്സരത്തിൽ വിജയം നേടിയ അദ്വൈത്, സംസ്ഥാന തലത്തിൽ ആട്ടിയോ പാട്ടിയ മത്സരത്തിൽ വിജയം നേടിയ നീരജ്, കുട്ടികളുടെ ആട്ടിയോ പാട്ടിയ മത്സരത്തിൽ വിജയം നേടിയ ജിതീഷ്, വിജയിയായ ഋത്തിക്, ജൂനിയർ ഫുട്ബോൾ സംസ്ഥാനതല ജൂനിയർ മത്സരത്തിൽ പങ്കെടുത്ത് വിജയം നേടിയ ഗോകുൽ, അതുപോലെ തന്നെ സീനിയർ നെറ്റ് ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയും ചെയ്തു ബാദുഷ. കലാപരിപാടികൾ തുടരുന്നു. സിനിമാറ്റിക് ഡാൻസ് അവന്തിക ആൻഡ് ബാബി RSC. చాడు మనము చాడు దించు కిసుకు కిసుకులు బయటికి వచ్చాయో దెబ్బలు పడతాయి రాజా దెబ్బలు పడతాయి రో దెబ్బ దెబ్బ దెబ్బలు పడతాయి రో പ്രോജക്റ്റില് വിജയിയായ അനന്തകൃഷ്ണൻ SS, അഭിജിത്ത് G, കാശിനാഥ് TS, അക്ഷിത് SN 200 മീറ്റർ ഓട്ടം, 100 മീറ്റർ സെക്കൻഡ് പ്രൈസ്, റിലേ തേർഡ് പ്ലേസ്.
രാഹുൽ ദിനേശ്. ഇലക്ട്രിക്കൽ വയറിംഗ് ഹയർ സെക്കൻഡറി വിഭാഗം ആദിത്യ MS. അർജുൻ കൃഷ്ണ. അടുത്തത് സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് വിജയിയായ ആദർശ് PR. വിജയിയായ ശിവദത്ത്. ഹയർ സെക്കൻഡറി നേടിയ അക്ഷയ് വിവേക്. അക്ഷയ് വിവേക്. ജയകുമാർ. ഹയർ സെക്കൻഡറി വിഭാഗം പാം ലീവ്സ് മോഡൽസ് സ്നേഹ S. സയൻസ് സ്റ്റിൽ മോഡൽ പ്രണയ് കൃഷ്ണ SJ. ക്ലേ. എന്റെ കൺമുമ്പിൽ എങ്ങനെ നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും.
சிறப்பான தரமான சம்பவங்களை இனிமேதான் பார்க்க போறோம். നമ്മളെല്ലാവരും സാധാരണ ഇഷ്ടപ്പെടുന്നത് വിടർന്നു നിൽക്കുന്ന പൂവിനെ കാണാനാണ്. അസംശയം ഇന്നും നിന്റെ ആ ഭൂമിയെന്ന് പുനരെങ്ങ് കിടപ്പിതോർത്താൽ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ കലോത്സവത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു ഡാൻസ് പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരൻ ഞാൻ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നത് എന്റെ കണ്ണിന്റെ അശ്വനി ജയ, ഗായത്രി DJ, അപർണ രാജ്, ഹരിമുല്ല
ഓർമ്മയുണ്ട്. ടീച്ചർ ഒരു കൊച്ചു സിനിമാ ഗാനം പാടിയാണ്. പണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ കൊച്ചായിട്ടൊക്കെ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻമുള്ള മുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ സുൽത്താൻ്റെ ചേലുകാരാ. നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ, നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയാ, നിന്റെ നെഞ്ചിലെ ദപ്പമുട്ടുമോ എന്നും എൻ്റെ ആവാൻ ഒപ്പനയ്ക്കു അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീൽപ്പരപ്പിൽ കിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കുളത്തുള്ളര ചേലയ്ക്കും വെറ്റില ചെല്ലത്തിലോ. ക്വിസ് മത്സരത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൽ നിന്നും പങ്കെടുക്കുകയും ആ ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടുകയും ചെയ്ത പ്രിയ അധ്യാപകൻ രഞ്ജിത്ത് സാറിനെ അനുമോദനം ഏറ്റുവാങ്ങാനായി രഞ്ജിത്ത് സാറിന് അനുമോദനം നൽകാൻ വേണ്ടി PTA പ്രസിഡന്റിനെയും ക്ഷണിക്കുന്നു. ജില്ല അറബിക് അധ്യാപക സംഗമത്തിൽ മോണോ ആക്ട് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ നമ്മുടെ സ്കൂളിലെ പ്രിയ അധ്യാപിക ശ്രീമതി ബുഷ്ര ടീച്ചറെ അനുമോദനം ഏറ്റുവാങ്ങാനായി ബെസ്റ്റ് ഔട്ട്ഡോർ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ സ്കൂളിലെ പ്രിയ അധ്യാപിക അഞ്ജു ചന്ദ്രനെ അനുമോദനം ഏറ്റുവാങ്ങാനായി അനുമോദനം നൽകുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ നൌഫൽ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. SPC കേഡറ്റ്സ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന 2 അധ്യാപകരെ അനുമോദിക്കുന്ന ചടങ്ങാണ്. 3 അധ്യാപകരാണ് ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത്. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അതുപോലെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ റീന ടീച്ചർ, സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ സുധികുമാർ സാർ, ഈ 3 അധ്യാപകർക്ക് അനുമോദനം നൽകാനായി ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റിനെയും അതുപോലെ HM ശ്രീ സുനിൽകുമാർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സ്നേഹോപകാരം നൽകുമ്പോൾ എല്ലാവരും ഈ സ്നേഹോപകാരത്തിന് നന്ദി അറിയിക്കാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നുകൂടി അറിയിക്കുന്നു. ക്ഷണിക്കുന്നു. റീന ടീച്ചറിന്റെ പിന്നാലെ അറിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ
ക്ഷണിക്കുന്നു. കുട്ടികളുടെ മുമ്പിൽ ഒരു ആദരവ് അല്ലെങ്കിൽ അംഗീകാരം നൽകി സ്നേഹിച്ചതിന് ധാരാളം കുട്ടികൾ ഇവിടെ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ പ്രോഗ്രാം കഴിഞ്ഞു പോയിരുന്നു. എന്നാലും 24 വർഷം 25ാമത്തെ വർഷത്തിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ വളരെ ഗംഭീരമായിരുന്നു. ഏറ്റവും തുടക്കം മുതൽ ഓലക്കെട്ടിടം മുതൽ ടിങ്കറിംഗ് ലാബ് വരെ എത്തിയിരിക്കുന്ന ഇതിൻ്റെ വളർച്ചയിൽ അധ്യാപകരും ഒരേ യൂണിഫോമിൽ ഒരേ മനസ്സോടെ ആദ്യം മുതൽ ഇന്നലെ രാത്രി ഞാനും നൗഷാദ് സാറും പോകുമ്പോഴും അതാണ്ട് 9 മണിയാവും തോന്നുന്നു. അതിനുശേഷം സ്കൂള് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ അറിയപ്പെടുന്ന സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും. ഡൽഹി വരെ, കേരളം മുതൽ ഡൽഹി വരെ കുട്ടികളും അധ്യാപകരും അവരുടെ കഴിവിൻ്റെ കാരണം കൊണ്ട് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ലോകം അറിയപ്പെടുന്ന ഒരു സ്കൂളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും വിജയം ആശംസിച്ചുകൊണ്ട് എല്ലാ അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നമ്മളോടുള്ള ഈ സ്നേഹത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി. 26 വർഷത്തെ സർവീസിന് ശേഷമാണ് വിരമിക്കുന്നത്. ഞാൻ സാമൂഹ്യശാസ്ത്ര അധ്യാപകയാണെങ്കിലും പ്രസംഗിക്കാൻ അത്ര എനിക്ക് വശമില്ല. എനിക്ക് പഠിപ്പിക്കാനാണ് ഇഷ്ടം എപ്പോഴും പിള്ളേരെ. ലാസ്റ്റ് വരെയും ഞാൻ നന്നായി എൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ ഒരുമ ഇപ്പോൾ കാണുന്നത് കുറേ വർഷം അങ്ങനെ നീണ്ടു നിൽക്കട്ടെ. ഈ സ്കൂളിൽ ഞാൻ 18 വർഷം സേവനം അനുഷ്ഠിച്ചു. ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഭാരതാംബേ പുണ്യഭൂവേ കോടി വന്ദനം. ഗാന്ധിജിയും ബുദ്ധനും ശ്രീ വിവേകാനന്ദനും बचायो डब्बल पड़ते राजा डब्बल पड़ते रो डब्बल पड़ते रो डब्बल पड़ते राजा डब्बल पड़ते रो डब्बल पड़ते रो അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടി തന്നു പെണ്ണേ ഞാൻ വിടില്ല ഒന്നേ ഞാൻ വിടില്ല
ടീച്ചേഴ്സ് സ്കൂളിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പിംഗ് അതുകൊണ്ട് ഏറെ സംസാരിക്കുന്നില്ല. വാക്ക് ട്രോഫി നൽകിയ ഹരിശ്രീ സ്കൂൾ ഓഫ് മാത്സ് തുടങ്ങിയവര് വേദി അബിൻ ബി, അമൃതരാജ്, അലീന LS. ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോ സംസ്ഥാന മാത്തമാറ്റിക്സ് മേളയിൽ ശ്രീശാന്ത് T, കാർത്തികേയൻ S. അക്ഷര എങ്ങനെയാണ് നല്ല ഒരുപാട് പിള്ളേരെടുത്ത് അയ്യോ